എക്സാമൊക്കെ തുടങ്ങാനായല്ലേ? ഇന്ന് ഈ വീഡിയോയിൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും 10ൽ 10 മാർക്ക് നേടാൻ നോക്കുക. കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുക. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഫുൾ വീഡിയോ കാണുക. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്ത്? സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ആൻസർ ആഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് ആഫ്നോളജി ഓർ പ്ലൂട്ടോളജി. രണ്ടാമത്തെ ചോദ്യം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ കെ.എം. കെയ്ൻസ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് കെ.എം. കെയ്ൻസ്. പൊതുസിദ്ധാന്തം എന്നറിയപ്പെടുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വരുമാനം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജി. ദേശീയ വരുമാനം ആദ്യമായി ഇന്ത്യയിൽ കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ്. ഇനി നാലാമത്തെ ചോദ്യം, ഏത് വർഷമാണ് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള കമ്മിറ്റിയെ രൂപീകരിച്ചത്? ദേശീയ വരുമാന കമ്മിറ്റിയെ നിയമിച്ചത് 1949 എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചത് 1951. ഓക്കെ, 1951 റിപ്പോർട്ട് സമർപ്പിച്ചത്. പിന്നെ ഇതിലെ ചെയർമാൻ, കമ്മിറ്റിയിലെ ചെയർമാൻ PC മഹലനോബിസ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതി ഉൽപ്പാദനം, സാധനങ്ങളുടെ ഉൽപ്പാദനം ഇവ ഏത് മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്? ആൻസർ ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് അവ. കെട്ടിട നിർമ്മാണം, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, സാധനങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങിയവയാണ് ദ്വിതീയ മേഖലകളിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, ആറാമത്തെ, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് M. വിശ്വേശ്വരയ്യ. എൻജിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15, അത് M. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന കമ്മീഷൻ. ഇന്ത്യൻ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ്? ആൻസർ ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നത്. എട്ടാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1967. അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടം എന്ന സ്ഥലത്താണ്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ അരവിന്ദ് പനഗരിയ. ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. അധ്യക്ഷൻ നരേന്ദ്രമോദി. 2015 ജാനുവരി 1 നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്.
അവസാനത്തെ ചോദ്യം, മാനവ വിഭവശേഷി വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ആൻസർ എട്ടാം പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു മാനവ വിഭവശേഷി വികസനം. 1992 മുതൽ 97 വരെയാണ് കാലയളവ്. ഓക്കെ ഗൈസ്, എല്ലാവരും ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.